നമുക്കൊരു വെൺപൊങ്കൽ റെസിപ്പി ഉണ്ടാക്കി നോക്കിയാലോ. അതിനായി നമ്മൾ ആദ്യം ഒരു കുക്കറിൽ 2 ഗ്ലാസ് പച്ചരി, 1 ഗ്ലാസ് ചെറുപയറിട്ട് നന്നായി കഴുകി 1 സ്പൂണ് ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കറിൽ 3 വിസിൽ വേവിക്കാം. നമ്മൾ അടുത്തത് പൊങ്കൽ താളിച്ചെടുക്കാം. അതിനായി ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ കുരുമുളകും ജീരകം ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇതിന് ശേഷം കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ആദ്യം നന്നായി ഇളക്കി കൊടുക്കുക. ഇഞ്ചി നന്നായി മുറുകി വരുമ്പോൾ പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി ഫ്രൈ ആക്കുക. പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം ഇത് നന്നായി മുറുകി വരുമ്പോൾ നമ്മൾ വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർക്കാം. അത് ഓപ്ഷണലാണ്. ചേർത്താൽ നമുക്ക് പൊങ്കലിന് ടേസ്റ്റ് കൂടുതൽ കിട്ടും. ചേർത്ത് നമ്മൾ വേവിച്ച പൊങ്കലിലേക്ക് നമ്മൾ താളിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. സ്വാദിഷ്ടമായ പൊങ്കൽ റെഡിയായിരിക്കണം. എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അത് ടേസ്റ്റ് ആയിട്ടുള്ള പൊങ്കൽ ഇവിടെ റെഡി ആയിരിക്കണം. വെൺപൊങ്കൽ റെഡി ആയിരിക്കണം. അതിൻ്റെ കൂടെ ചട്നി, സാമ്പാർ കോമ്പിനേഷൻ നന്നായിരിക്കും. കൂടെ വടയുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.